പെങ്ങളെ ദേവി, ഇത് ഞാനാ. ഏട്ടൻ, നീ ആ പുറകിലത്തെ വാതിൽ തുറക്ക്. ഏട്ടൻ എന്നാ ജയിലിന്ന് ഇറങ്ങിയേ? 2-3 ദിവസമായി. ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലേ? വാ. ആ, നാട്ടിൽ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് നീ പുത്തേഴത്തെ വീട്ടിൽ അടുക്കള പണിക്ക് നിൽക്കുന്നു. അടുക്കള പണിക്കാരുടെ മുറി എപ്പോഴും അടുക്കളോട് ചേർന്നായിരിക്കുമല്ലോ, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നൊരു വേലക്കാരിയായിട്ടല്ല, സ്വന്തം മകളെ പോലെ ഇവിടെ എല്ലാരും കാണുന്നേ. നന്നായി. ഏട്ടനൊരു കള്ളനാണെന്നറിഞ്ഞ നല്ലൊരു മോഷണം ഒത്തുവന്നാ അന്ന് ഈ പണി ഞാൻ നിർത്തും. നിന്റെയും കൂടി കല്യാണം, അതാണ് എന്റെ സ്വപ്നം. എന്നാൻ ഇറങ്ങട്ടെ മകളെ. രാത്രിയിലൊരു വീട്ടിൽ കയറിയിട്ട് വെറും കൈയോടെ മടങ്ങിപ്പോന്ന് ആദ്യമായിട്ടാ. ഇവിടെ കക്കാനൊന്നില്ലേ? പേച്ചറമ്മാവൻ ഇവിടുത്തെ മുത്തശ്ശിന്റെ അനിയനാ. കണ്ണിന് പരിക്കുപറ്റിയപ്പോഴേ പട്ടാളത്തിന് പറഞ്ഞു വിട്ടു. അപ്പൊ കാഴ്ചയില്ലേ? കുറേശ്ശെ കാണാം. നിക്കടാ അവിടെ. ആരാടാ നീ? മാധവനായിരുന്നോ? ഞാൻ വിചാരിച്ചു വല്ല കള്ളന്മാരുമായിരിക്കുമെന്ന്. നിനക്ക് എന്താണ് രാത്രി ഉറക്കമൊന്നുമില്ലേ? ഞാൻ സാധാരണ രാത്രി ഉറങ്ങാറില്ല. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? സമയദോഷം, ജലദോഷം. ആ, തണുത്തൊന്നും കഴിക്കണ്ട കേട്ടോ. നീ വാ. നീ കാർഗിൽ യുദ്ധത്തെ പറ്റി കേട്ടിട്ടില്ല? ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വിഗ്രഹമോഷണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നീ ഏറ്റുമാനൂർ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞപ്പോൾ സുവർണ ക്ഷേത്രത്തെ പറ്റി ഞാൻ ഓർത്തു പോവുകയാണ്. വിദ്യന്മാരാ ഗ്രൂപ്പ് അപ്പുറത്തും 21 ബറ്റാലിയനുമായി ഞാൻ ഇപ്പുറത്തും. പിന്നെ അങ്ങോട്ട് വെടിയോ വെടി. എന്തൊരു തണുപ്പ്! ആടെങ്കിൽ ആട്. ആടെന്താ പൊതിച്ചെടുക്കണത്? പനി പിടിച്ച് കാണും. ആരാ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ, കാര്യസ്ഥ കുമാരൻ. കള്ളൻ കള്ളൻ കള്ളൻ, ഓടുവാ കള്ളൻ. ഞാൻ ഒരു കള്ളൻ തന്നെയാ, പക്ഷെ വീട് മാറി കയറിയതാ. ഓ, കിഴക്കേടത്ത് കക്കാൻ വന്നതാണോ? അതെ. ശത്രു കുടുംബത്തിൽ കക്കാൻ വരുന്നവനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. എന്താ പേര്? കാളിദാസ്. ആ, നല്ല പേര്. ദേ, ഈ മതില് ചാടിയ കിഴക്കേടത്താ. അവിടെ കാര്യമായിട്ടുള്ളത് അറിയോ? പിന്നെ പഞ്ചലോക വിഗ്രഹങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, പെട്ടി നിറയെ പൂത്ത കാശ്, സ്വർണ്ണാഭരണങ്ങൾ. മതി മതി, ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, ഒന്ന് കുനിഞ്ഞു തരൂ. എന്തിനാ? അല്ല, ഈ മധുരന്ന് ചാടാ. ഇതൊന്ന് വിരിക്കട്ടെ കേട്ടാ. ശ്വാസം പിടിച്ചോട്ടാ. കള്ളനാണെങ്കിലും ഒരു കുള്ളന്റെ ഭാരം. ഈ മുതുകൊണ്ടുള്ള സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ മുടിഞ്ഞ ഭാരവും ഞാൻ മറക്കില്ല. ആരാ നീ? പിടിച്ചേനെ, കുഴപ്പമില്ല. അവിടെ ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതിലേ പോയാ മതിയാ? നിനക്ക് ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു. ആരാ ശബരി? ഒരു കള്ളനെ പിടിച്ചതാ. ഞാൻ വരുമ്പോ യവൻ ഇവിടെ കിടന്ന് പരുങ്ങുന്നു. ഞാൻ അപ്പുറത്തെ വീട്ടില്. പുത്തേഴത്തെയോ? പേരിവിടെ വേണ്ടി പോരെ. നിർത്ത, അവനെ തല്ലാതെ. നീ അയ്യപ്പൻ പറഞ്ഞിട്ട് വന്നതാണോ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ശബരി, ഒരു പുതിയ കാര്യസ്ഥനെ അയക്കുന്ന കാര്യം അയ്യപ്പൻ പറഞ്ഞിരുന്നു. പാവം, ഇവനെ ആ മുറി കാണിച്ചു കൊടുക്ക്. കൂടച്ചല്ലേ. ഒരു കോയമ്പത്തൂര്. ഒന്നല്ല 2 ടിക്കറ്റ്. നീ എപ്പ കേറി? നീ കേറി അതേ ബസ് സ്റ്റോപ്പിൽ നിന്ന്. അണ്ണാ, ഒരു നിമിഷം. നീ ഇതെങ്ങോട്ടാ? നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാനും. എടാ, പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വരിയിട്ടാ. ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ. എനിക്ക് തല ചായ്ക്കാൻ ഒരു ഇടം തന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ടാ. ദാ, ഇത് കണ്ടോ? ഈ ജട്ടി പോലും ഞാൻ നിന്റെ നടിച്ചു മാറ്റിയതാ. എന്നിട്ടും നീ എന്നെ നന്ദി വേണോടാ, നന്ദി. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. എടാ, ഞാനൊരു ലക്ഷ്യത്തിനാ പോണത്. നിന്റെ ഒടുക്കത്തെ കള്ളൂടിയും വൃത്തിയുടെ സംസാരമൊന്നും അവിടെ പറ്റില്ല. എടാ കുട്ട, ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല. സത്യം.
ഇപ്പൊ എനിക്ക് കള്ളു കുടിക്കാൻ തോന്നുമ്പോ ദാ ഈ പച്ചവെള്ളം കുടിക്കും. ചില ആയുർവേദ മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ശുദ്ധമായ വെള്ളം. എടാ എനിക്കോടെ ടിക്കറ്റ് എറാ. என்னாச்சுமா அம்மா எப்படி வண்டி நிறுத்தியா എന്നാച്ചേ நம்ம மயங்க வந்துச்சோப்பா இத தண்ணில கொடுங்க அது தண்ணி இல்லப்பா அம்மா നീ വെള്ളം തന്നെ ഏയ്, ഞാൻ തരില്ല. ഈ സമയത്ത് കണ്ണി ചോരയില്ലാണ്ട് പെരുമാറല്ലേ. നീ എന്ത് പറഞ്ഞാലും എന്റെ ഈ വെള്ളം ഞാൻ തരില്ല. ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. ഉരുള വെള്ളം. കണ്ടക്ടർ തന്നെ താ. அம்மா പാവം മടമടാന്ന് കുടിക്കുന്ന കണ്ടില്ലേ. എനിക്കും കൊതിയാവുന്നു. വെള്ളം കിട്ടാതെ ആ സ്ത്രീ ചത്തുപോയിരുന്നെങ്കിൽ ഈ പാപമൊക്കെ നീ എവിടെ കൊണ്ടേ തീർത്താനെ. ഈ വെള്ളം കുടിച്ചിട്ട് ആ സ്ത്രീ ചത്തുപോയാലോ? സത്യം പറ, അതെന്ത് വെള്ളം? എടാ ഞാൻ ചാരായത്തിൽ ഏലക്കും കുരുമുളകും ഇഞ്ചിയും ചേർത്ത് സ്വന്തമായിട്ട് വാറ്റിയെടുത്ത മിശ്രിത. നിനക്ക് മണം വരാതിരിക്കാൻ டிரைவர் பாட்டு போடுறார் நான் சொன்னேன்ல போடுற பாட்டு டேய் பாட்டு. എടാ എന്റെ ഈ സാധനത്തിന് ഇങ്ങനെ പോറുണ്ടാടാ. ഇങ്ങോട്ട് പോലെ തിരിഞ്ഞൂടാ. അങ്ങോട്ട് പോടാ. വയറ്റുവാനുള്ളതായിരുന്നു. ഇറങ്ങങ്ങട്. 100 ബാക്കി വെച്ചോളൂ. ബാക്കി വെക്കാനൊന്നുമില്ല, 10 രൂപ കൂടി തരണം, അല്ലെങ്കിൽ തന്നെ ബാക്കി വെച്ചേക്കില്ല. എന്നാ. ഇതിലേതാണോ കിഴക്കെടുത്ത വീട്? കിഴക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? പടിഞ്ഞാറേതാ? എന്തിനാ അത്? എടാ കിഴക്കിനോട് ചേർന്നല്ലേ പടിഞ്ഞാറ്. എടാ പൊട്ട കിഴക്കിനെതിരല്ലേ പടിഞ്ഞാറ്? ഈശ്വര അതിനിടയ്ക്ക് എതിരുമായ അവർ ഉടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചുമ്മാ ഇരടാ. കണ്ടുപിടിക്കാനിപ്പോ സൂര്യൻ നേരെ ഭൂമി. നീ എന്താ കളം വരച്ച് ജയം കളിക്കുക? കിഴക്ക് നോക്കി യന്ത്രം. എടാ കിഴക്കേടത്ത് കണ്ടുപിടിക്കാൻ കാലം കവച്ച് വെച്ച് ജയം കളിക്കേണ്ട കാര്യമല്ല. അവിടെ ചെന്ന് ചോദിച്ച പോരെ. എന്നാ നീ പോയി ചോദിക്കടാ. എന്നാ ഇവിടെ നിക്ക്, ഇപ്പൊ ശരിയാക്കി തരാം. കൊച്ചി ഇത് തന്നെ. കിഴക്കേടത്ത് യുവമാർക്കൊക്കെ ഇത് തുറന്നു വിട്ടു. ഏതാ ഈ മാംസപിണ്ഡം? ചേട്ടാ ഈ കിഴക്കേടത്ത് ഇവിടെ വന്നിട്ട് കിഴക്കെടുത്തുന്നു. എന്താ ഒരു പടക്കം പൊട്ടിയ ശബ്ദം? പടക്കം പൊട്ടിയതല്ല, എന്റെ കരണം പൊട്ടിയ ശബ്ദ. ഓ, അമ്മാതിരി മൂളലും കേൾക്കുന്നുണ്ട്. നീ ആരാ? ഞാൻ കിഴക്കേടത്ത് അന്വേഷിച്ചു വന്നതാ. ഓഹോ, ഇങ്ങ് വന്നേ. നോക്കിക്കോ, ഞാൻ ഈ സാറിനോട് എല്ലാം പറഞ്ഞു കൊടുക്കും. എന്താ ഏത് കരണത്താ കിട്ടിയത്? ദേ ഇവിടെ, ഇവിടെ. ഇവിടെ വന്ന്. മാധവാ, വിജയ, ഓടി വാടാ. അതിർത്തി മാറി കയറിയ ഒരു ശത്രുവിനെ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ അടിച്ചു പഠിച്ചോ. അടിച്ചു പഠിക്കാൻ ഞാൻ സ്കൂളല്ല. എന്താ കിഴക്കേടത്തെന്ന് പറഞ്ഞ ഇവിടെ മുട്ടൽ തെറിയാടാ. ഏതാണ്ട് അമ്മയ്ക്ക് വിളിക്കുന്ന പോലെ. അതെന്താ? ഇവിടെ കിഴക്കേടത്തെന്ന് പറഞ്ഞപ്പോ മുതലേ എനിക്ക് പൊരിഞ്ഞാടിയാടാ. ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് പുത്തേഴുത്ത്, ഇത് കിഴക്കെടുത്ത്. അയ്യോ എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു. ഓടിക്കോടാ. അവൻ വീണ്ടും വന്നു. അടി തുടങ്ങിക്കോ. ഓടാ അമ്മയും മകളെ തിരിച്ചറിഞ്ഞൂടാത്തോമാരെ.